നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. എടക്കര പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ LDF ജനപ്രതിനിധികളുടെ പ്രതിഷേധം. സർക്കാർ നിയമം ലംഘിച്ച് എംപ്ലോയ്മെന്റ് ഓഫീസിന് ലഭിച്ച ലിസ്റ്റ് പാടെ അവഗണിച്ച് നിയമനം നടത്താനുള്ള ഭരണസമിതിയുടെ തീരുമാനത്തിനെതിരെ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി. നിലമ്പൂർ തിരുവനന്തപുരം നോർത്ത് രാജറാണി എക്സ്പ്രസിന് പ്രഖ്യാപിച്ച പുതിയ 2 അധിക കോച്ചുകൾ 2 മാസത്തിനകം ലഭ്യമാക്കുമെന്ന് പാലക്കാട് ഡിവിഷൻ റെയിൽവേ മാനേജർ മധുകർ റാവുത്ത്. തേൾപ്പാറയിൽ നിന്നും കരുളായി മെഡിക്കൽ കോളേജ് വഴി കോഴിക്കോട്ടേക്ക് പുതിയ KSRTC ബസ് സർവീസ് ആരംഭിച്ചു. MLA ആവശ്യപ്പെട്ടത് പ്രകാരം ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറാണ് പുതിയ ബസ് സർവീസ് അനുവദിച്ചത്. സ്വകാര്യ ബസ്സുകൾ, ടിപ്പറുകൾ, ട്രാഫിക് നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുക. കോൺഗ്രസ് എടക്കര മണ്ഡലം കമ്മിറ്റി എടക്കര സർക്കിൾ ഇൻസ്പെക്ടർക്ക് നിവേദനം സമർപ്പിച്ചു. സ്ത്രീ പീഡന ആരോപണം നേരിടുന്ന പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് DYFI നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റി പ്രകടനം നടത്തി. വാർത്തകൾ വിശദമായി. എടക്കര പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ LDF ജനപ്രതിനിധികളുടെ പ്രതിഷേധം. സർക്കാർ നിയമം ലംഘിച്ച് എംപ്ലോയ്മെന്റ് ഓഫീസിന് ലഭിച്ച ലിസ്റ്റ് പാടെ അവഗണിച്ച് നിയമനം നടത്താനുള്ള ഭരണസമിതിയുടെ തീരുമാനത്തിനെതിരെ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി. ഇന്നത്തെ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ 3ാമത് അജണ്ടയായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള ശിശുവിഹാർ അധ്യാപക നിയമനം സംബന്ധിച്ച് പഞ്ചായത്ത് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന UDF അംഗങ്ങളും സർക്കാരിന്റെ എല്ലാ നോംസുകളും തെറ്റിച്ചുകൊണ്ട് അതിന് കൂട്ടുനിൽക്കുന്ന ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെയും തെറ്റായ നിലപാടുകൾ, നടപടികൾ പൊതുജന സമൂഹത്തെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് LDFന്റെ ജനപ്രതിനിധികൾ എന്ന നിലയ്ക്ക് ഇങ്ങനെ ഒരു അഭിമുഖം നൽകുന്നത്. നമ്മുടെ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിൽ 6ാം വാർഡിലുള്ള പാർലയിലെ ശിശുവിഹാറിലെ പഞ്ചായത്ത് ശമ്പളം കൊടുത്ത് നിയമിച്ചിട്ടുള്ള 2 ആളുകളാണ്. ഒന്ന് ടീച്ചർ, മറ്റൊന്ന് ആയ. അതിലെ ടീച്ചർ ഈ 2025 മെയ് മാസം 30-ന് റിട്ടയർ ചെയ്തതാണ്. മെയ് മാസം 30-ന് റിട്ടയർ ചെയ്യും എന്നുള്ള വിവരം അതിന്റെ പഞ്ചായത്ത് ഭരണസമിതിക്കും പഞ്ചായത്തിന്റെ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന പഞ്ചായത്ത് സെക്രട്ടറിക്കും അറിയാം. കുട്ടികളുടെ പഠനം തടസ്സപ്പെടുന്നതിന് ഈ ആൾ റിട്ടയർ ചെയ്യുന്നതിന്റെ എത്രയോ മുൻപ് തന്നെ എംപ്ലോയ്മെന്റിലേക്ക് എഴുതി ഉദ്യോഗാർത്ഥികളുടെ ലിസ്റ്റ് വാങ്ങി ഇന്റർവ്യൂ നടത്തുകയോ, അങ്ങനെ ലിസ്റ്റ് ലഭ്യമല്ലെങ്കിൽ പഞ്ചായത്ത് ഇന്റർവ്യൂ നടത്തി ഒരാളെ നിയമിക്കുകയോ ചെയ്യണമായിരുന്നു. എടക്കര പഞ്ചായത്ത് ശിശുവിഹാറിലേക്ക് അധ്യാപികയെ നിയമിക്കുന്നതിനുള്ള ഉദ്യോഗാർത്ഥികളുടെ ലിസ്റ്റ് അനുവദിച്ചു തരണമെന്നാവശ്യപ്പെട്ട് ജൂലൈ 7-ന് ഗ്രാമപഞ്ചായത്ത് എംപ്ലോയ്മെന്റിലേക്ക് കത്ത് നൽകുകയും അതുപ്രകാരം ലഭിക്കുന്ന ലിസ്റ്റിൽ നിന്നും അധ്യാപകരെ നിയമിക്കുന്നത് വരെയുള്ള കാലയളവിൽ താൽക്കാലിക നിയമനം നടത്തുന്നതിനു വേണ്ടി ഓഗസ്റ്റ് 5-ന് ചേർന്ന ഭരണസമിതി യോഗം തീരുമാനമെടുത്തിരുന്നു. അതുപ്രകാരം 11-ന് ഉദ്യോഗാർത്ഥികളുടെ അഭിമുഖവും നടത്തിയിരുന്നു. പിന്നീട് എംപ്ലോയ്മെന്റ് ഓഫീസ് മലപ്പുറത്ത് നിന്നും ഉദ്യോഗാർത്ഥികളുടെ ലിസ്റ്റ് ഗ്രാമപഞ്ചായത്തിലേക്ക് ലഭിച്ചിട്ടും ആ ലിസ്റ്റിൽ നിന്നും അഭിമുഖം നടത്തി ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നതിന് പകരം ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന കക്ഷിയുടെ രാഷ്ട്രീയ താൽപര്യത്തിനു വേണ്ടി സർക്കാർ നിയമം ലംഘിച്ച് എംപ്ലോയ്മെന്റ് ഓഫീസിന് ലഭിച്ച ലിസ്റ്റ് പാടെ അവഗണിച്ച് നിയമനം നടത്തുവാൻ ഇന്നത്തെ ഭരണസമിതി യോഗത്തിലെടുത്ത തീരുമാനത്തിനെതിരെയും ഇക്കാര്യത്തിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എടുത്ത നിയമവിരുദ്ധ നിലപാടിൽ പ്രതിഷേധിച്ചും LDF ജനപ്രതിനിധികൾ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തുകയും ഉന്നതാധികാരികൾക്ക് പരാതി നൽകുന്നതിനായും തീരുമാനിച്ചു. നിലമ്പൂർ തിരുവനന്തപുരം നോർത്ത് രാജറാണി എക്സ്പ്രസിന് പ്രഖ്യാപിച്ച പുതിയ 2 അധിക കോച്ചുകൾ 2 മാസത്തിനകം ലഭ്യമാക്കുമെന്ന് പാലക്കാട് ഡിവിഷൻ റെയിൽവേ മാനേജർ മധുകർ റാവുത്ത്. ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകളെല്ലാം സമർപ്പിച്ചിട്ടുണ്ടെന്നും 2 മാസത്തിനകം തന്നെ തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം വ്യക്തമാക്കി.
ഷൊർണൂർ നിലമ്പൂർ പാതയിൽ നാളെ സർവീസ് ആരംഭിക്കുന്ന പുതിയ മെമുവിന്റെ സമയക്രമം യാത്രക്കാർക്ക് സഹായകമായ രീതിയിൽ പുനഃക്രമീകരിക്കുന്നത് പരിഗണിക്കാമെന്നും ഉറപ്പു നൽകി. ആര്യടൻ ഷൌക്കത്ത് MLAയുമായി നടത്തിയ ചർച്ചയിലാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചത്. റെയിൽവേ ഡിവിഷണൽ മാനേജറുമായിട്ട് ചർച്ച നടത്തി. റെയിൽവേ ആക്ഷൻ കൗൺസിലിൻ്റെ അംഗങ്ങളും അതേപോലെ തന്നെ ഞാനും ഇവിടുത്തെ ആളുകളെല്ലാം കൂടിയിട്ടുള്ള ചർച്ചയിൽ അദ്ദേഹം 2-3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ ആവശ്യപ്പെട്ടത്. ഒന്ന്, മെമുവിൻ്റെ സമയം ഒരു 20 മിനിറ്റ് കൂടി നേരത്തെ ആക്കിയാൽ കൂടുതൽ ട്രെയിനിലേക്ക് നമുക്ക് കണക്ഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ രാജ്യറാണി എക്സ്പ്രസ്സിന് 2 അഡീഷണൽ കോച്ച് അടുത്ത മാസത്തോടു കൂടി ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം ഒരു നെക്സ്റ്റ് മന്തെങ്കിലും ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രധാനമായിട്ട് മറ്റൊരു കാര്യം നമ്മൾ ആവശ്യപ്പെട്ടത് പ്ലാറ്റ്ഫോം നമ്പർ 2 അതിൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ എക്സ്റ്റൻഷനാണ്. പ്ലാറ്റ്ഫോം നീളം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേണാട് അടക്കമുള്ള ട്രെയിനുകളെ നമുക്ക് നിലമ്പൂരിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു എക്സ്റ്റൻഷനും വേണ്ടിയിട്ടും ഉള്ള റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതും അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ എന്തായാലും അണ്ടർപാസിൻ്റെ ഉദ്ഘാടനം ഈ സെപ്റ്റംബർ 30 മുൻപ് അണ്ടർപാസ് തുറന്നു തരാമെന്നും ഡിവിഷണൽ മാനേജർ ഏറ്റിട്ടുണ്ട്. നിലമ്പൂർ റെയിൽവേ അടിപ്പാത സെപ്റ്റംബർ 30-നകം ഗതാഗതത്തിനായി തുറന്നു നൽകുമെന്നും ഉറപ്പു നൽകി. അടിപ്പാത നിർമ്മാണത്തിനായി സംസ്ഥാന പാത അടച്ചതുമൂലമുണ്ടാകുന്ന അതിരൂക്ഷമായ ഗതാഗത പ്രശ്നവും നാട്ടുകാരുടെ ദുരിതവും MLA ധരിപ്പിച്ചു. വേണാട് അടക്കമുള്ള ട്രെയിനുകൾ നിലമ്പൂരിലേക്ക് സർവീസ് നീട്ടുന്നതിനായുള്ള സാങ്കേതിക തടസ്സം നീക്കുവാൻ 2ാം പ്ലാറ്റ്ഫോമിന്റെ നീളം കൂട്ടണമെന്ന ആവശ്യവും MLA ഉയർത്തി. ഇക്കാര്യത്തിൽ അനുകൂല നടപടിയും DRM ഉറപ്പു നൽകി. തിരുവനന്തപുരം ഷൊർണൂർ വേണാട് എക്സ്പ്രസ് ഉച്ചയ്ക്ക് 12:25-ന് ഷൊർണൂരിലെത്തിയാൽ ഷൊർണൂർ തിരുവനന്തപുരം വേണാട് എക്സ്പ്രസ്സായി 2:25-നാണ് തിരിച്ച് സർവീസ് നടത്തുന്നത്. ഷൊർണൂരിൽ നിർത്തിയിടുന്ന വേണാട് നിലമ്പൂർ വരെ നീട്ടിയാൽ നിലമ്പൂർക്കാർക്ക് പകൽ തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിൻ എന്ന ഏറെ നാളത്തെ ആവശ്യം പരിഹരിക്കപ്പെടും. ഇതിനുള്ള പ്രധാന സാങ്കേതിക തടസ്സം നിലമ്പൂർ 2ാം പ്ലാറ്റ്ഫോമിന്റെ നീളക്കുറവാണ്. ഏറെക്കാലത്തെ മുറവിളിക്കും പ്രിയങ്ക ഗാന്ധി MP, PV അബ്ദുൽ വഹാബ് MP അടക്കമുള്ള ജനപ്രതിനിധികളുടെ ഇടപെടലിനെയും തുടർന്നാണ് എറണാകുളം ഷൊർണൂർ മെമു നിലമ്പൂരിലേക്ക് നീട്ടുവാൻ തീരുമാനിച്ചത്. നാളെ രാത്രി 8:30-ന് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും സർവീസ് ആരംഭിക്കുന്ന മെമു രാത്രി 10:05-നാണ് നിലമ്പൂരിലെത്തുക. പുലർച്ചെ 3:45-ന് പുറപ്പെട്ട് 4:55-ന് ഷൊർണൂരിലെത്തുന്ന രീതിയിലാണ് നിലവിലെ സമയക്രമം. പുറപ്പെടൽ സമയം രാത്രി 9:15 ആക്കണമെന്ന ആവശ്യമാണ് MLA ഉയർത്തിയത്. സമയം മാറ്റിയാൽ ജനശതാബ്ദി, യശ്വന്ത്പൂർ, രാജധാനി, മരുസാഗർ എക്സ്പ്രസുകളിൽ എത്തുന്നവർക്ക് നിലമ്പൂരിലേക്ക് മെമു ലഭിക്കും. രാവിലെ സമയം 3:40-ൽ നിന്നും നേരത്തെയാക്കിയാൽ 4:30-നുള്ള ഷൊർണൂർ, എറണാകുളം, ആലപ്പുഴ മെമു ലഭിക്കും. കോയമ്പത്തൂർ ഷൊർണൂർ മെമു നിലമ്പൂരിലേക്ക് നീട്ടണമെന്ന ആവശ്യവും ഉന്നയിച്ചു. തിരുവനന്തപുരം നോർത്ത് നിലമ്പൂർ റോഡ് രാജ്യറാണി എക്സ്പ്രസ് രാവിലെ 5:30-ന് നിലമ്പൂരിലെത്തിയാൽ രാത്രി 9:30-ന് തിരികെ തിരുവനന്തപുരത്തേക്ക് സർവീസ് നടത്തുന്നതുവരെ നിലമ്പൂരിൽ നിർത്തിയിടുകയാണ്. ഈ തീവണ്ടി പകൽ എറണാകുളം വരെ പകൽ സർവീസിനായി ഉപയോഗിക്കാമെന്ന നിർദ്ദേശവും മുന്നോട്ടുവച്ചു. എന്നാൽ പകൽ ഷൊർണൂർ എറണാകുളം റൂട്ടിലെ തിരക്കിന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ പരിശോധിച്ച ശേഷം ഇക്കാര്യത്തിൽ തീരുമാനം അറിയിക്കാമെന്നും വ്യക്തമാക്കി. റെയിൽവേ ഡിവിഷൻ മാനേജർക്കൊപ്പം അഡീഷണൽ ഡിവിഷൻ മാനേജർ S. ജയകൃഷ്ണൻ, ഡിവിഷൻ ഓപ്പറേറ്റിംഗ് മാനേജർ ബാലമുരളി, കൊമേഴ്സ്യൽ മാനേജർ അരുൺ തോമസ്, ജോഷുവ കോശി, ഡോക്ടർ ബിജു നൈനാൻ, അനസ് യൂണിയൻ, വ്യാപാരി പ്രതിനിധികളായ U. നരേന്ദ്രൻ, വിനോദ് P. മേനോൻ തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു. തേൾപ്പാറയിൽ നിന്നും കരുളായി മെഡിക്കൽ കോളേജ് വഴി കോഴിക്കോട്ടേക്ക് പുതിയ KSRTC ബസ് സർവീസ് ആരംഭിച്ചു. MLA ആവശ്യപ്പെട്ടത് പ്രകാരം ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറാണ് പുതിയ ബസ് സർവീസ് അനുവദിച്ചത്. അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ അധ്യക്ഷനായിരുന്നു. KSRTC കൺട്രോളിംഗ് ഇൻസ്പെക്ടർ റിനിൽ രാജ്, അനീഷ് കവളമുക്കട്ട, VK ബാലസുബ്രഹ്മണ്യൻ, നാസർ ബാൻ, കേമ്പിൽ രവി, ET ഗംഗാധരൻ, ഉണ്ണികൃഷ്ണൻ, അമീർ പൊറ്റമ്മൽ, T. അയ്യപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. രാവിലെ 7-ന് നിലമ്പൂർ ഡിപ്പോയിൽ നിന്നും ബസ് 7:55-ന് തേൾപ്പാറയിലെത്തും. 8:05-ന് തേൾപ്പാറയിൽ നിന്നും ആരംഭിക്കുന്ന സർവീസ് കരുളായി വഴി 9-ന് നിലമ്പൂർ, 9:45-ന് അരീക്കോട്, 11:15-ന് കോഴിക്കോട്, തിരികെ 11:45-ന് കോഴിക്കോട് നിന്നും 1:15 മഞ്ചേരി, 2:10 നിലമ്പൂർ എന്നിങ്ങനെയാണ് റൂട്ട്. സ്വകാര്യ ബസ്സുകൾ, ടിപ്പറുകൾ, ട്രാഫിക് നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുക. കോൺഗ്രസ് S എടക്കര മണ്ഡലം കമ്മിറ്റി എടക്കര സർക്കിൾ ഇൻസ്പെക്ടർക്ക് നിവേദനം സമർപ്പിച്ചു. ടൗണിലൂടെ അമിത വേഗതയിലും ഓവർടേക്കിലുമായുള്ള വാഹനാപകടങ്ങളിൽ റോഡിൽ മനുഷ്യജീവനുകൾ പൊലിയുന്നത് സംസ്ഥാനത്ത് നിത്യസംഭവമായി മാറിയിരിക്കുന്നു. സ്വകാര്യ ബസ്സുകളും വലിയ ടിപ്പറുകളാലും നിരവധി മനുഷ്യജീവൻ പൊലിഞ്ഞിട്ടുണ്ട്. ഇതിൽ കൂടുതലും അമിത വേഗതയും ഓവർടേക്കുമാണ് കാരണം.
ഈ സാഹചര്യത്തിൽ ടൌണുകളിൽ നിയമം അനുശാസിക്കുന്ന വേഗതയിൽ വാഹനം ഓടിക്കുവാനും നിയമവിരുദ്ധമായ ഓവർടേക്ക് ചെയ്യുന്നതിനും ജനത്തിരക്കുകൾക്കിടയിലും ടൌണിലും നിയമവിരുദ്ധമായ എയർ ഹോൺ അടിച്ച് ഓവർടേക്ക് ചെയ്ത് അപകടം വരുത്തുന്ന വാഹനങ്ങൾക്കെതിരെയും കർശന നടപടി സ്വീകരിക്കണമെന്നും എടക്കര സർക്കിൾ ഇൻസ്പെക്ടർക്ക് കോൺഗ്രസ് എസ് എടക്കര മണ്ഡലം കമ്മിറ്റി സമർപ്പിച്ച നിവേദനത്തിലൂടെ ആവശ്യപ്പെട്ടു. നിവേദനം നൽകിയതിനു ശേഷം എടക്കര ടൌണിൽ പ്രതിഷേധ സൂചകമായി സ്വകാര്യ ബസ്സുകളിലെ ഡ്രൈവർമാർക്കും വലിയ ടിപ്പറുകളിലെ ഡ്രൈവർമാർക്കും അമിത വേഗതയിൽ വാഹനം ഓടിക്കരുത്, അനുവദനീയമല്ലാത്ത ഇടങ്ങളിൽ ഓവർടേക്ക് ചെയ്യരുത്, നിയമവിരുദ്ധമായ എയർ ഹോൺ അടിക്കരുത്, ഇനിയും ഒരു ജീവൻ പൊലിയാതിരിക്കുവാൻ എന്ന മുന്നറിയിപ്പ് ലഘുലേഖയും എടക്കര ടൌണിലൂടെ കടന്നുപോകുന്ന 100ഓളം വാഹനങ്ങളിലെ ഡ്രൈവർമാർക്ക് കോൺഗ്രസ് എസ് പ്രവർത്തകർ നൽകി. കോൺഗ്രസ് എസ് മലപ്പുറം ജില്ലാ സെക്രട്ടറി അബ്ദുൾ മജീദ് ചിറ്റങ്ങാടൻ ഉദ്ഘാടനം ചെയ്തു. പ്രതിഷേധ മുന്നറിയിപ്പ് ലഘുലേഖ സ്വകാര്യ ബസ് ജീവനക്കാർക്കും അതുപോലെ തന്നെ വലിയ ടിപ്പർ ലോറിക്കാർക്കുമൊക്കെ വിതരണം ചെയ്യുകയാണ്. ഇവിടെ ഇങ്ങനൊരു സാഹചര്യം, ഒരു വ്യത്യസ്ത സമരം രൂപപ്പെടുത്താനുണ്ടായ സാഹചര്യം നമ്മുടെ നാട്ടിൽ റോഡിൽ ഒലിയുന്ന ഒരുപാട് മനുഷ്യ ജീവനുകൾ നിത്യസംഭവമായിരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രതിഷേധ സൂചകമായി കൊണ്ടാണ് ഇങ്ങനെ വേറിട്ട ഒരു സമരം എടക്കര കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ളത്. കുഞ്ഞിക്കോമു കല്യാങ്കര, ഖാലിദ് KC, ഷാജഹാൻ, പാസ്റ്റർ സജി വില്യംസ്, ഷാഹുൽ ഹമീദ്, എസ് അബ്ദുൾ റഷീദ് KP, കുഞ്ഞി മുഹമ്മദ് CT തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. സ്ത്രീ പീഡനാരോപണം നേരിടുന്ന പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റി പ്രകടനം നടത്തി. ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി അരുൺ ദാസ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. കുറെ മാസങ്ങളായി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനും പാലക്കാട് MLAയുമായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരവധിയായിട്ടുള്ള സ്ത്രീകൾ ലൈംഗിക ആരോപണമുള്ള പരാതിയുമായി രംഗത്ത് വരികയാണ്. ഇപ്പോൾ തുടർച്ചയായി ഈ 2 ദിവസം നിരവധിയായിട്ടുള്ള പരാതിയാണ് പാലക്കാട് MLA ആയിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ളത്. ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് യൂത്ത് കോൺഗ്രസ് പുറത്താക്കിയിരിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കാൻ കഴിയുന്ന ഏതൊരു ക്രിമിനലിലും അധ്യക്ഷനാവാൻ പറ്റുന്ന പാർട്ടിയാണ് ഈ കേരള സംസ്ഥാനത്തിലെ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്നത്. രാഹുലിനെ സംരക്ഷിക്കുന്ന ഷാഫി പറമ്പിൽ MPയെയും VD സതീശനെയും ജനം തിരിച്ചറിയണമെന്ന് അരുൺ ദാസ് ആവശ്യപ്പെട്ടു. ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ ഷാജി, ദീപക്, പ്രജിത്, തൻസീം എന്നിവർ സംസാരിച്ചു. സന്തോഷ്, കിരൺ ദാസ്, ഷൻകീത് കോവിലകത്തുപുറി എന്നിവർ നേതൃത്വം നൽകി. പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ പരാതി പരിഹാര അദാലത്ത് സമാപിച്ചു. കമ്മീഷൻ അംഗങ്ങളായ TK വാസു, അഡ്വക്കേറ്റ് സേതുനാരായണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് 2 ദിവസങ്ങളിലായി അദാലത്ത് നടത്തിയത്. കഴിഞ്ഞ വർഷം പൊന്നാനിയിൽ പട്ടിക വിഭാഗത്തിൽപ്പെട്ടവരെ അന്യായമായി കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ച സംഭവത്തിൽ തുടരന്വേഷണത്തിന് ഉത്തരവായി. തിരൂർ ഡിവൈഎസ്പിയാണ് അന്വേഷണം നടത്തുക. സംഭവത്തിൽ 2 പോലീസുകാരെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. 122 പരാതികളാണ് അദാലത്തിൽ പരിഗണിച്ചത്. ഇതിൽ 99 എണ്ണം പരിഹരിച്ചു. 2 എണ്ണത്തിൽ സ്ഥലം സന്ദർശിച്ചതിന് ശേഷം തീരുമാനമെടുക്കും. ശേഷിക്കുന്നവയിൽ ബന്ധപ്പെട്ട വകുപ്പുകളോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ടാണ് അദാലത്തിൽ ലഭിച്ച പരാതികളിൽ കൂടുതലായുമുള്ളത്. 36 പരാതികളാണ് റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട് ലഭിച്ചത്. പോലീസ് 26, തദ്ദേശം 23, വിദ്യാഭ്യാസം 13, സർക്കാർ ജീവനക്കാരുമായി ബന്ധപ്പെട്ടത് 6, KSCB 4 എന്നിങ്ങനെയാണ് വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട കമ്മീഷന് അദാലത്തിൽ ലഭിച്ച പരാതികളുടെ എണ്ണം. ഭിന്നശേഷിക്കാരനായ വ്യക്തിയുടെ വീട്ടിലേക്ക് വീൽ ചെയർ കൊണ്ടുപോകുവാൻ സാധിക്കുന്ന വഴി ആവശ്യപ്പെട്ട് നൽകിയ പരാതിയിൽ സ്ഥലമുടമ വഴി നൽകുവാൻ തീരുമാനിച്ചു. 3 അടി വീതിയിൽ 30 മീറ്റർ നീളത്തിൽ വഴി നൽകാം എന്നാണ് സ്ഥലമുടമ സമ്മതം അറിയിച്ചത്. സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തുവാൻ പഞ്ചായത്ത് അധികൃതരോട് കമ്മീഷൻ ആവശ്യപ്പെട്ടു. കമ്മീഷൻ സെക്ഷൻ ഓഫീസർ വി വിനോദ് കുമാർ, പട്ടികജാതി വികസന വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ അദാലത്തിൽ പങ്കെടുത്തു. ഇനി ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.
ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് ബൈ ഷോപ്പിംഗ് വെഡിങ്സ്. +2 പരാജയപ്പെട്ടവരാണോ നിങ്ങൾ? അതല്ല +2 മാർക്ക് കുറഞ്ഞതിൽ വിഷമിച്ചിരിക്കുകയാണോ? എങ്കിൽ SSLC +2 കഴിഞ്ഞവർക്ക് കേവലം 2 വർഷത്തെ പഠനം കൊണ്ട് 100% ജോലി സാധ്യതയുള്ള എഞ്ചിനീയറിംഗ് കോഴ്സിന്റെ കൂടെ +2 നേടിയെടുക്കാനുള്ള അവസരവും. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള പെർഫെക്റ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ നിലമ്പൂരിലും. കേരള സർക്കാർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള PSC അംഗീകരിച്ച 2 വർഷത്തെ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് എഞ്ചിനീയറിംഗ് എന്നീ കോഴ്സുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റിലൂടെ ജോലിയും ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. പെർഫെക്റ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, VK റോഡ്, നിലമ്പൂർ. കോൺടാക്ട് 8921573500 9446549027. ക്രിസ്റ്റൽ ജ്വൽസ് ഒരുക്കുന്നു അതിനൂതനവും സുന്ദരവുമായ ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ കമനീയ ശേഖരം, ഒപ്പം അതിശയിപ്പിക്കുന്ന ഓഫറുകളും. ക്രിസ്റ്റൽ ജ്വൽസ്, ദ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി, മഞ്ചേരി, നിലമ്പൂർ, ഗൂഡല്ലൂർ. UK ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ. 8ഓളം ബ്രാഞ്ചുകളുമായി UK ലോട്ടറീസ് മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നു. മഞ്ചേരി, എടക്കര, പൂക്കോട്ടുംപാടം, നിലമ്പൂർ, ചന്തക്കുന്ന്, വണ്ടൂർ, പാണ്ടിക്കാട്, മലപ്പുറം. ഭാഗ്യധാര, സ്ത്രീശക്തി, ധനലക്ഷ്മി, കാരുണ്യ പ്ലസ്, സുവർണ കേരളം, കാരുണ്യ, സമൃദ്ധി. ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം. സുതാര്യം, വിശ്വസ്തം, ജനകീയം. UK ലോട്ടറീസ്. UK ലോട്ടറീസ്, ഹെഡ് ഓഫീസ് മഞ്ചേരി. പഴയ സ്വർണ്ണാഭരണങ്ങൾ വീട്ടിലുണ്ടെന്ന ആശങ്കയോ? എന്തിന്? ഇന്ത്യയുടെ പരിപൂർണ ഹോൾമാർക്ക് നയത്തിന്റെ ഭാഗമാകൂ. പഴയത് നൽകൂ, പുതിയത് സ്വന്തമാക്കൂ. സ്വർണ്ണാഭരണങ്ങൾ എത്ര പഴകിയതായാലും ഹോൾമാർക്കുകൾ ഒന്നും തന്നെയില്ലെങ്കിലും അത് മാറ്റി പുതിയ 916 സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാൻ നിലമ്പൂർ മലബാർ ജ്വല്ലറി ഒരുക്കുന്ന ഒരു സുവർണാവസരം. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മുന്തിയ വിലയ്ക്ക് ഞങ്ങൾ എടുക്കുന്നു. പകരം BIS 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കൂ. ഈ അവസരം പരിമിത കാലത്തേക്ക് മാത്രം. സ്വർണ്ണാഭരണ വിൽപ്പനയിൽ കാലത്തോടൊപ്പം കൈകോർത്ത് നിൽക്കുന്ന വിശ്വസ്ത സേവനത്തിന്റെ നിറവിൽ ഇപ്പോൾ മലബാർ ജ്വല്ലറിയിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ മറ്റാർക്കും നൽകാൻ കഴിയാത്ത ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും ആനുകൂല്യങ്ങളും, പുറമെ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം, കല്യാണ പാർട്ടികൾക്ക് പ്രത്യേക ഡിസ്കൗണ്ടും ലഭ്യമാണ്. മലബാർ ജ്വല്ലറി, നിയർ പോലീസ് സ്റ്റേഷൻ, മെയിൻ റോഡ്, നിലമ്പൂർ. ഫോൺ 224 908 225 916. വാർത്തകൾ തുടരുന്നു. പ്രവാസി ക്ഷേമ ബോർഡിന്റെ നേതൃത്വത്തിൽ അംഗത്വ ക്യാമ്പയിനും കുടിശ്ശിക നിവാരണവും നടത്തി. ജില്ലാസൂത്രണ സമിതി ഹാളിൽ നടന്ന പരിപാടി പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാൻ ഗഫൂർ P. ലിലീസ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേമനിധിയിൽ പുതുതായി അംഗത്വം എടുക്കുവാനും അംഗത്വം നഷ്ടപ്പെട്ടവർക്ക് പിഴ ഇളവ് ആനുകൂല്യത്തോടെ പുതുക്കുവാനും പരിപാടിയിൽ അവസരമൊരുക്കിയിരുന്നു. ക്യാമ്പയിനിൽ പങ്കെടുക്കുവാൻ കഴിയാത്ത പ്രവാസികൾക്ക് അക്ഷയ കേന്ദ്രം വഴിയോ സേവാ കേന്ദ്രം വഴിയോ പുതുതായി അംഗത്വം എടുക്കുവാനും പിഴ ഇളവ് ആനുകൂല്യത്തോടെ അംശദായം അടച്ച് അംഗത്വം പുതുക്കുവാനും കഴിയുമെന്ന് പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാൻ അറിയിച്ചു. ജില്ലാ പ്രവാസി പ്രശ്ന പരിഹാര സെൽ അംഗം VK റഹൂഫ് അധ്യക്ഷത വഹിച്ചു. പ്രവാസി ക്ഷേമ ബോർഡ് ഫിനാൻസ് മാനേജർ ജയകുമാർ, കോഴിക്കോട് DEO S. നവാസ് എന്നിവർ സംസാരിച്ചു. പ്രവാസി ക്ഷേമ ബോർഡ് തിരുവനന്തപുരം, കോഴിക്കോട് ഓഫീസുകളിലെ ജീവനക്കാർ നേതൃത്വം നൽകി. 250-ലേറെ പ്രവാസികൾ പരിപാടിയിൽ പങ്കെടുത്തു. അമൽ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് നിലമ്പൂരിലെ നാഷണൽ സർവീസ് സ്കീം ADMFR-ഉം സാമൂഹിക സന്നദ്ധ സേന ഡയറക്ടറേറ്റുമായി സഹകരിച്ച് ഏകദിന ദുരന്ത നിവാരണ പരിശീലന ശില്പശാല സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ മുഹമ്മദ് ബഷീർ KP പരിപാടി ഉദ്ഘാടനം ചെയ്തു. NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ഫിർദൌസിയ PC അധ്യക്ഷ പ്രസംഗം നടത്തി. ADMFR-ന്റെയും NSS-ന്റെയും കോർഡിനേറ്റർ ഡോക്ടർ ഫവാസ് P സ്വാഗത പ്രസംഗം നടത്തി. നിലമ്പൂർ ഫയർ സ്റ്റേഷനിൽ നിന്നുള്ള ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ നിഷാന്ത് TK, അഖിൽ V എന്നിവർ പ്രധാന പരിശീലന സെഷനുകൾ കൈകാര്യം ചെയ്തു. അഗ്നിസുരക്ഷ, പ്രഥമ ശുശ്രൂഷ, ഒഴിപ്പിക്കൽ സാങ്കേതിക വിദ്യകൾ,
ദുരന്ത തയ്യാറെടുപ്പ് എന്നിവയെക്കുറിച്ചുള്ള പ്രായോഗിക പ്രകടനങ്ങളും സംവേദനാത്മക സെഷനുകളും അവർ നടത്തി. വെള്ളപ്പൊക്കം, തീപിടുത്തം, മറ്റ് അടിയന്തര സാഹചര്യങ്ങൾ എന്നിവയിൽ എങ്ങനെ ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കാമെന്ന് വിദ്യാർത്ഥികൾക്ക് മാർഗനിർദ്ദേശവും നൽകി. ദുരന്ത പ്രതികരണത്തിലും സമൂഹ സുരക്ഷയിലും യുവാക്കളെ അവശ്യ കഴിവുകൾ കൊണ്ട് സജ്ജരാക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ പരിശീലനത്തിൽ NSS വളണ്ടിയർമാർ ആവേശത്തോടെ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എടക്കര പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ LDF ജനപ്രതിനിധികളുടെ പ്രതിഷേധം. സർക്കാർ നിയമം ലംഘിച്ച് എംപ്ലോയ്മെന്റ് ഓഫീസിന് ലഭിച്ച ലിസ്റ്റ് പാടെ അവഗണിച്ച് നിയമനം നടത്താനുള്ള ഭരണസമിതിയുടെ തീരുമാനത്തിനെതിരെ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി. നിലമ്പൂർ തിരുവനന്തപുരം നോർത്ത് രാജറാണി എക്സ്പ്രസിന് പ്രഖ്യാപിച്ച പുതിയ 2 അധിക കോച്ചുകൾ 2 മാസത്തിനകം ലഭ്യമാക്കുമെന്ന് പാലക്കാട് ഡിവിഷൻ റെയിൽവേ മാനേജർ മധുകർ റാവുത്ത്. തേൾപ്പാറയിൽ നിന്നും കരുളായി മെഡിക്കൽ കോളേജ് വഴി കോഴിക്കോട്ടേക്ക് പുതിയ KSRTC ബസ് സർവീസ് ആരംഭിച്ചു. MLA ആവശ്യപ്പെട്ടത് പ്രകാരം ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറാണ് പുതിയ ബസ് സർവീസ് അനുവദിച്ചത്. സ്വകാര്യ ബസ്സുകൾ, ടിപ്പറുകൾ, ട്രാഫിക് നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുക. കോൺഗ്രസ് എസ് എടക്കര മണ്ഡലം കമ്മിറ്റി എടക്കര സർക്കിൾ ഇൻസ്പെക്ടർക്ക് നിവേദനം സമർപ്പിച്ചു. സ്ത്രീ പീഡന ആരോപണം നേരിടുന്ന പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് DYFI നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റി പ്രകടനം നടത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.